കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കുട്ടികളെ ലക്ഷ്യം വെച്ച് ലഹരിമരുന്ന് കടത്ത് വ്യാപകമാകുന്നുവെന്ന് കണ്ടെത്തൽ. കണ്ണൂർ റെയിൽവേ പോലീസ് ഇന്നലെ പാൻ മസാലയുമായി പിടികൂടിയ യുവാവിൽ നിന്ന് കണ്ടെടുത്തത് കുട്ടികളെ മയക്കാനുള്ള പുതിയയിനം ലഹരിമരുന്നുകളാണ്. ഐസ്ക്രീം, ഷെയ്ക്ക്, മിഠായികൾ എന്നിവയിൽ കലർത്താവുന്ന നൂതന ലഹരിമരുന്നുകളാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. കാഴ്ചയിൽ പൈനാപ്പിൾ ജാമെന്ന് തോന്നുന്ന പ്രത്യേക ഇനം ലഹരിമരുന്നാണ് ഇന്നലെ കണ്ണൂർ RPF നടത്തിയ പാൻ മസാല വേട്ടയിൽ പിടിച്ചെടുത്തവയിൽ അധികവും. പൈനാപ്പിളിന്റെ നിറവും മണവും രുചിയുമുള്ള ഇവ മിഠായിയിലോ ഷെയ്ക്കിലോ ചേർത്ത് നൽകിയാൽ കുട്ടികൾ ഇതിന് അടിമകളാകും. പാൻ മസാല മുതിർന്നവരിൽ സൃഷ്ടിക്കുന്ന അതേ അവസ്ഥ ഈ ലഹരിമരുന്നുകൾ കുട്ടികളിൽ ഉണ്ടാക്കും. ഒരു തവണ രുചിച്ചാൽ പിന്നെ കുട്ടികൾ അതേ വസ്തു അന്വേഷിച്ചെത്തുകയും ചെയ്യും. ഷെയ്ക്കിലും ഐസ്ക്രീമിലും കലർത്താവുന്ന പൊടി രൂപത്തിലും ക്രീം രൂപത്തിലുമുള്ള ലഹരിമരുന്നുകളും RPF പിടിച്ചെടുത്തു. സാധാരണ പാൻ മസാലകൾക്കുണ്ടാകുന്ന രൂക്ഷഗന്ധം അരുചിയോ ഇല്ലെന്നതാണ് ഇവയുടെ പ്രധാന പ്രത്യേകത. ഈ പാക്കറ്റ് സാധാരണ ഒരു നമ്മളെ റോസിൻ്റെ ഫ്ലേവറിലാണ് വരുന്നത്. ഇതിപ്പോൾ ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മിക്സ് ആയിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾ ഇതിൽ അഡിക്റ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഇതേ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരിപ്പോൾ പുതിയൊരു ബിസിനസ്സായി തട്ടിപ്പായിട്ട് അവർ നടത്തുന്നുണ്ടിരിക്കുന്നത്. ഇവ കടത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കേരളത്തിലെ പല നഗരങ്ങളിലേക്കും നൂതന ലഹരിമരുന്നുകൾ ട്രെയിൻ മാർഗം എത്തുന്നുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ലഭിച്ചത്. കണ്ണൂർ നഗരത്തിലെ പ്രമുഖ സ്കൂളുകൾക്ക് സമീപത്തെ പെട്ടിക്കടകളിലേക്കാണ് പ്രധാനമായും പുതിയ തരം ലഹരിമരുന്നുകൾ എത്തിച്ചിരുന്നതെന്നും ഇയാൾ പറയുന്നു. കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലഹരിമരുന്നുകളുടെ വൻ ശേഖരമാണ് ട്രെയിൻ മുഖാന്തരം കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഐസ്ക്രീമിലും ഷെയ്ക്കിലും കലർത്തി നൽകാവുന്ന പുതിയ ഇനം ലഹരിമരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. ക്യാമറാമാൻ ലിമേഷ് ചെറുവാഴ്ചയ്ക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.